എല്ലാവർക്കും മാത്സ്യൂണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് വെൻ ഡയഗ്രം. വെൻ ഡയഗ്രം എന്ന് പറയുമ്പോൾ ചില വസ്തുതകൾ, കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ആ അവതരിപ്പിച്ച കാര്യങ്ങളുടെ ബന്ധങ്ങൾ കണ്ടെത്തി അത് ചിത്രരൂപത്തിൽ വരുമ്പോൾ ഏത് രീതിയിലാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഒരു ക്ലാസ്സാണിത്. ആദ്യമായി ക്ലാസ് കാണുന്നവരാണെങ്കിൽ ശരിക്ക് സൂക്ഷ്മമായി ഓരോ കാര്യങ്ങളെയും നിരീക്ഷിച്ച് തന്നെ പഠിക്കേണ്ടതുണ്ട്. നമുക്ക് കൂടുതൽ സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. വെൻ ഡയഗ്രത്തിൽ വരുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടിട്ടുള്ളത്. ഈ ഓരോ ചിത്രവും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഓരോ ചിത്രവും ഏതിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ആദ്യം പറയാം. ഇവിടെ നോക്കുക, ഒരു ചെറിയ റൗണ്ട്, അതിന് മുകളിൽ വലിയ റൗണ്ട്, അതിന് മുകളിൽ വലിയ റൗണ്ട്. അതായത് ഈ വലിയ റൗണ്ടിലാണ് ഈ ചെറിയ രണ്ട് റൗണ്ടുകൾ ഉള്ളത് എന്നർത്ഥം. ഇത് സൂചിപ്പിക്കുന്നത് ഒന്നിൽ വരുന്ന കാര്യങ്ങളെല്ലാം ഉള്ളതാണ് അതിൽ വലുതുള്ളത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കണ്ണൂർ ജില്ല വരുന്നത് കേരളത്തിലാണ്, കേരളം വരുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ ഏറ്റവും അകത്തുള്ളത് കണ്ണൂർ ജില്ലയും അതിന് പുറത്ത് വരുന്നത് കേരളം. കാരണം കേരളത്തിലാണ് ഇത് കണ്ണൂർ ജില്ല എന്ന് നമ്മൾ എടുത്താൽ, ഇത് ഈ വലിയ റൗണ്ട് വരുന്നത് കേരളമായിട്ട് നമ്മൾ എടുത്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിലാണ് കണ്ണൂർ വരുന്നത്. കണ്ണൂരെല്ലാം കേരളത്തിൽ വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യ എന്നാണ് വലിയതിനെ എടുക്കുന്നതെങ്കിൽ, അപ്പോൾ ഇന്ത്യ വലിയ, അപ്പോൾ ഇന്ത്യയിൽ കേരളം വരുന്നു, കേരളത്തിൽ കണ്ണൂർ വരുന്നു. അപ്പോൾ ഒന്നിൽ ഉള്ളതെല്ലാം മറ്റൊന്നിൽ ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ രൂപത്തിലുള്ള ചിത്രം സൂചിപ്പിക്കുക. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. ഉദാഹരണം, വെണ്ടക്ക, പച്ചക്കറി. വെണ്ടക്കയും പച്ചക്കറിയും ഉണ്ടെങ്കിൽ ഉള്ളിലുള്ളത് വെണ്ടക്ക, പുറത്ത് വരുന്നത് പച്ചക്കറി. കാരണം എല്ലാ വെണ്ടക്കയും നമുക്ക് പച്ചക്കറിയിൽ വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ആ തരത്തിൽ ഒന്നിൽ വരുന്നതെല്ലാം മറ്റൊന്നിൽ ഉൾക്കൊള്ളുന്നു എന്ന് കാണിക്കുന്നതാണ് ഈ ചിത്രം. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഞാൻ പിന്നീട് പറയുന്നതാണ്. ഈ ചിത്രം നോക്കുക. ഈ ചിത്രം പറയുന്നത് ഇതിലുള്ളതെല്ലാം ഇതിലുണ്ട്, പക്ഷേ ഇതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇത് നമ്മൾ വെണ്ടക്ക എന്ന് നമ്മൾ എടുക്കുക. പരിചയമുള്ള എക്സാമ്പിൾ തന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. വെണ്ടക്ക എന്ന് എടുക്കുക. അപ്പോൾ മുകളിലുള്ളത്, ഇതിൻ്റെ പുറത്തുള്ളത് നമുക്ക് പച്ചക്കറി എന്ന് എടുക്കുക. കാരണം പച്ചക്കറി ഉൾപ്പെടുന്നതാണ് വെണ്ടക്ക. ഓക്കെ, അപ്പോൾ പച്ചക്കറിയിൽ വെണ്ടക്ക മാത്രമല്ല മറ്റു പലതും ഉണ്ടാവും. അപ്പോൾ പച്ചക്കറി എന്ന് പറയുന്ന വലിയൊരു ഗ്രൂപ്പിൽ വെണ്ടക്ക എന്ന് പറയുന്നത് മുഴുവൻ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഉപ്പ് എന്ന് വിചാരിക്കുക. ഉപ്പ്, സോൾട്ട്. ഓക്കെ, ഉപ്പ് എന്ന് കരുതിയാൽ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, ഈ പച്ചക്കറിയായിട്ട് അല്ലെങ്കിൽ വെണ്ടക്കയായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ് ഉപ്പ് എന്ന് പറയുന്നത്. അത് വേറെ തന്നെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലെങ്കിൽ ആ രീതിയിലുള്ള ചിത്രമാണ് ഇത്. അതായത് ഒന്ന് മറ്റൊന്നിൽ ഉൾക്കൊള്ളുന്നു, മൂന്നാമത്തത് ഒരു ബന്ധവും ഇല്ലാത്തത് ആയി വരുന്നു എന്നുള്ളതാണ്. ഇനി ഈ ചിത്രം നോക്കുക. 3 റൗണ്ടുകൾ, ആ റൗണ്ടുകൾക്ക് തമ്മിൽ പൊതുവായിട്ടുള്ള ഭാഗമാണുള്ളത്. ഒന്ന് ഫുൾ മറ്റൊന്നിലില്ല. ഇതുപോലെ ഈ ചെറുത് ഫുള്ളായിട്ടുള്ളതുപോലെ ഇത് ഫുള്ളായിട്ടില്ല, പക്ഷേ 3നും കോമൺ ആയിട്ട് ഒരു ഭാഗമുണ്ട്. 3 പൊതുവായിട്ടുള്ളൊരു ഭാഗമുണ്ട്. അതുപോലെ ഈ 2 റൗണ്ടുകൾ കോമൺ ആയിട്ട് വരുന്നത് നമുക്കിവിടെ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെയുള്ള ചിത്രത്തിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് നോക്കി ഒരു ഉദാഹരണം പറഞ്ഞാൽ, ടീച്ചർ, സിംഗർ, ഡാൻസർ. ടീച്ചർ, സിംഗർ, ഡാൻസർ. അപ്പോൾ നിങ്ങൾ നോക്കുക, ടീച്ചർ, സിംഗർ, ഡാൻസർ എന്ന് പറയുമ്പോൾ ടീച്ചറായിട്ടുള്ള സിംഗർ ഉണ്ടാവും, അല്ലെങ്കിൽ സിംഗറായിട്ടുള്ള ടീച്ചർ ഉണ്ടാവും. പക്ഷേ എല്ലാ ടീച്ചർമാരും സിംഗർമാരാകണമെന്നില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ടീച്ചറായിട്ടുള്ള സിംഗർമാരുണ്ടാവും എന്ന് പറയുമ്പോൾ കുറച്ച് ആളുകൾ കോമൺ ആയിട്ട് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ സിംഗറായിട്ടുള്ള ആരുണ്ടാവാം, ഡാൻസർ ഉണ്ടാവാം, ടീച്ചറായിട്ടുള്ള ഡാൻസർ ഉണ്ടാവാം. പക്ഷേ എല്ലാ ടീച്ചർമാരും ഡാൻസർമാരല്ല.
അപ്പോൾ എന്തുണ്ടാവാം? ടീച്ചറും സിംഗറും ഡാൻസറും ആയിട്ടുള്ള ഒരാളുണ്ടാവാം. പാട്ട് പാടാനും അറിയാം, ഡാൻസ് കളിക്കാനും അറിയാം, അധ്യാപകരുമാണ്. അപ്പോൾ ആ തരത്തിലുള്ളവരുണ്ടാവും. അപ്പോൾ കോമൺ ആയിട്ടുള്ളവർ വരാം. ഇതിന് നടുവിൽ ഈ സെൻറ്ററിൽ ഇവിടെ വരുന്ന ആൾ 3 ക്വാളിറ്റി ഉള്ള ആളാണ്. 2 ക്വാളിറ്റി ടീച്ചറും സിംഗറും ആണെങ്കിൽ ഇത് നമ്മൾ ടീച്ചറായിട്ട് എടുത്താൽ, ഇത് നമ്മൾ സിംഗറായിട്ട് എടുത്താൽ, ഇത് നമ്മൾ ഡാൻസറായിട്ട് നമ്മൾ എടുത്തു എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ടീച്ചർമാരിലും സിംഗർമാരിലും കോമൺ ആയിട്ട് വരുന്നവർ ഇവിടെ വരും, സിംഗർമാരിലും ഡാൻസർമാരിലും കോമൺ ആയിട്ട് വരുന്നത് ഇവിടെ വരും, ടീച്ചറും ഡാൻസറും കോമൺ ആയിട്ട് ഇവിടെ വരും, എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നത് എവിടെ വരും? ഈ സെൻറ്റർ ഭാഗത്ത് വരും. അപ്പോൾ എന്താണ് അർത്ഥം? ഇവിടെ ഒരാൾ വരുന്നുണ്ടെങ്കിൽ അവർ എന്താണ്? സിംഗറാണ്, പക്ഷെ അവർ ടീച്ചറല്ല. ഇവിടെ ഒരാൾ വരുന്നുണ്ടെങ്കിൽ അവർ സിംഗറാണ്, പക്ഷെ ടീച്ചറാവില്ല. ടീച്ചറായി അങ്ങനെ വരുന്ന കോമൺ ആയിട്ടുള്ളതാണ് ഇവിടെ വരുന്നത്. ഓക്കെ, 3ലും കോമൺ ആയിട്ട് വരുന്നുണ്ടെങ്കിലാണ് ഇതേപോലെയുള്ള ചിത്രങ്ങൾ വരിക. എന്നാൽ ഇവിടെ നോക്കുക, ഇവിടെ ഇതിന് കോമൺ ആയിട്ട് കുറച്ചെണ്ണം ഇവിടെയുണ്ട്, ഇതിന് കോമൺ ആയിട്ട് കുറച്ചെണ്ണം ഉണ്ട്, പക്ഷെ ഇതും തമ്മിൽ കണക്ഷൻ ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ളത് ഏത് വരുമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഇവിടെ നമുക്ക് ബ്രിക്സ്, ഇഷ്ടിക, ബ്രിക്സ് നമ്മൾ വീടുണ്ടാക്കാൻ എടുക്കും, ഹൗസ് ഉണ്ടാക്കാൻ നമ്മൾ ബ്രിക്സ് എടുക്കും. ബ്രിഡ്ജ് ഉണ്ടാക്കാൻ എന്തിനാ ഉപയോഗിക്കും? ബ്രിക്സിനെ ഉപയോഗിക്കും. ബ്രിഡ്ജ് ഉണ്ടാക്കാൻ ബ്രിക്സ് വേണം, ഹൗസ് ഉണ്ടാക്കാൻ ബ്രിക്സ് വേണം. പക്ഷെ ഹൗസിലും ബ്രിഡ്ജിലും കോമൺ ആയിട്ടില്ല. ഹൗസിനും ബ്രിഡ്ജിനും കോമൺ ആയിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് മറ്റ് 2 എണ്ണങ്ങൾക്ക് കോമൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഈ രീതിയിലുള്ള ചിത്രം ഉപയോഗിക്കും. ഇതും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. 3ലും കോമൺ ആയിട്ടുണ്ടെങ്കിൽ ഈ രൂപം, 2 എണ്ണത്തിന് കോമൺ ആയിട്ട് ഒരാൾ വരികയാണെങ്കിൽ അത് ഈ രൂപത്തിലാണ് ഉപയോഗിക്കുക. എന്നാൽ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഈ 3 പേരും തമ്മിൽ കോമൺ ആയിട്ട് ഒന്നും വരുന്നില്ല, പൊതുവായിട്ട് ഒന്നും വരുന്നില്ല. അതിന് എല്ലാവരും തെറ്റിക്കുന്ന ഒരു എക്സാമ്പിളാണ് ഫാദർ, മദർ, ചൈൽഡ്. ഫാദർ, മദർ, ചൈൽഡ്. നിങ്ങൾ ചിലർ വിചാരിക്കും ഫാദർ, മദർ, ചൈൽഡ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കും, അവർ ഒന്നിച്ചിട്ടാണല്ലോ എന്ന് വിചാരിക്കും. അതല്ല ഉദ്ദേശിക്കുന്നത്, അവരിൽ കോമൺ ആയിട്ട് ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പം അങ്ങനെയുള്ള ബന്ധങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, വെണ്ടയ്ക്കുണ്ട്, ഉപ്പുണ്ട്, സോപ്പ് എന്നുണ്ട്. വെണ്ടക്ക, ഉപ്പ്, സോപ്പ്. അപ്പോൾ അങ്ങനെയുള്ളത് എന്താ വരിക? കോമൺ ആയിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിലുള്ള ചിത്രമാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് തരും. അപ്പോൾ അതിൽ ഏത് ചിത്രമാണ് അതിനെ സൂചിപ്പിക്കുന്നത് എന്നാണ് പഠിക്കേണ്ടത്. അപ്പോൾ ചോദ്യങ്ങളെ ഇനി നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, നോക്ക്. ഒന്നാമത്തെ ചോദ്യം, മാംഗോസ്, ഫ്രൂട്ട്സ്, വീറ്റ്. മാങ്ങ, പഴവർഗ്ഗങ്ങൾ, ഗോതമ്പ് എന്നുള്ളതാണ്. മാംഗോ ഞാനിവിടെ എഴുതി വെക്കാം, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. മാംഗോസ് കാണുന്നില്ലേ? മാംഗോസ്, ഫ്രൂട്ട്സ്, വീറ്റ്, മാങ്ങ, പഴവർഗ്ഗങ്ങൾ, ഗോതമ്പ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ വരുമ്പോൾ ഇവിടെ എന്താ വരിക? മാംഗോസ് എന്ന് പറഞ്ഞാൽ മാങ്ങയാണ്. മാങ്ങ പഴവർഗ്ഗങ്ങളിൽ പെട്ടതാണ് മാങ്ങ. എന്നാൽ ഗോതമ്പ് അതിൽ പെടുന്നില്ല, അല്ലേ? ഫ്രൂട്ട്സിൽ പെട്ടതാണ് മാംഗോസ്, പക്ഷെ വീറ്റ് പെടുന്നില്ല. അപ്പോൾ ഏത് ചിത്രം വരിക? ഇത് വരില്ല. കാരണം ഇത് എല്ലാത്തിലും വരുന്ന കോമൺ ആയിട്ട് വരുന്ന ഉണ്ടാവുമ്പോൾ മാത്രമേ ഇത് വരുള്ളൂ. അപ്പോൾ ഇത് നോക്കാം നമുക്ക്. ഇതെന്താണ് പറയുക? ഈ വെണ്ടക്കക്ക് പകരം നമ്മൾ മാങ്ങ എന്ന് എഴുതിയാൽ, ഈ പച്ചക്കറിക്ക് പകരം പഴവർഗ്ഗങ്ങൾ എന്ന്, ഫ്രൂട്ട്സ് എന്ന് നമ്മൾ എഴുതുക ആണെങ്കിൽ ഇത് നമുക്ക് ബന്ധമില്ല. ഗോതമ്പ് അല്ലെങ്കിൽ വീറ്റ് എന്ന് പറയുന്നത് വരും. ഇത് രണ്ടും പരസ്പരം ബന്ധമുണ്ട്, ഇത് ബന്ധമില്ല. അപ്പോൾ ഒന്നാമത്തതിൻ്റെ ചിത്രം, ഇത് ഒന്നാമത്തതിൻ്റെ ചിത്രം ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വീക്ക്, ഡേ, ഇയർ എന്ന് പറയുന്നതാണ്. വീക്ക്, ഡേ, ഇയർ എന്താണ്? ആഴ്ച, ദിവസം, വർഷം. അപ്പോൾ എന്താണ് അവ തമ്മിൽ ബന്ധം നോക്കിയാൽ? ഈ ദിവസം എന്ന് പറയുന്നത് ആഴ്ചയിൽ വരുന്നതാണ്,
അല്ലേ? ആഴ്ച എന്തിൽ വരും? വർഷത്തിൽ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവയിൽ ഈ ദിവസം എന്ന് പറയുന്നത് ദിവസം ആഴ്ചയിൽ വരും, ആഴ്ച വർഷത്തിൽ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏത് ചിത്രം വരും? ഈ ചിത്രം വരും. കാരണം എന്താ? ഇത് ഏറ്റവും ചെറുതുള്ളത് ആര് നമ്മൾ കൊടുക്കും? ഡേക്ക് കൊടുക്കും, ഡേ കൊടുക്കും. പിന്നെ വരുന്നത് നമ്മൾ ആർക്ക് കൊടുക്കും? വീക്ക് കൊടുക്കും. ആഴ്ച, കാരണം ഈ ആഴ്ചയിൽ ദിവസങ്ങൾ വന്നു. പിന്നെ നമ്മൾക്ക് ആരെ കൊടുക്കണം? ഇയർ. അപ്പോൾ ഏതായിരിക്കും ഏറ്റവും വലുത്? ഇയർ, വർഷം. അപ്പോൾ ഇതിനകത്ത് ഡേയ്സ് എല്ലാം വീക്കിൽ വരും, വീക്കെല്ലാം ഇയറിൽ വരും. അപ്പോൾ ഈ ചിത്രമാണ് രണ്ടാമത്തതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ, ഫാദർ, മദർ, സൺ. അച്ഛൻ, അമ്മ, മകൻ. ഈ ചോദ്യം ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ പല കുട്ടികളും വിചാരിക്കുക, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ചിത്രമാണെന്നാണ് സൂചിപ്പിക്കുക. അച്ഛൻ, അമ്മ, മകൻ എല്ലാവരും ഒരുപോലെ ഉണ്ട് എന്നാണ് കരുതുക. പക്ഷേ അതല്ല. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, അച്ഛൻ, അമ്മ, മകൻ എന്ന് പറയുമ്പോൾ അവർക്ക് കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഫാദർ, മദർ, സൺ 3 പേർക്കും പൊതുവായിട്ട് എന്ത് ഉണ്ട് എന്നുള്ള ഒന്നുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ ചിത്രം നമുക്ക് വരിക ഏതായിരിക്കും? നേരത്തെ ഞാൻ എക്സാമ്പിളിൽ പറഞ്ഞിട്ടുള്ള ഫാദർ, മദർ, സൺ, ചൈൽഡ് അല്ലെങ്കിൽ സൺ. അപ്പോൾ എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തന്നിരിക്കുന്ന 3 കാര്യങ്ങളും തമ്മിൽ പരസ്പരം അവർ തമ്മിൽ ബന്ധമില്ലെങ്കിൽ, അതായത് അവരിൽ പൊതുവായിട്ടില്ലെങ്കിലാണ് ഈ ചിത്രം വരിക. ഓക്കെ, ശരി. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ബ്രിക്സ്, ബ്രിഡ്ജ്, ഹൗസ്. ഇഷ്ടിക, പാലം, വീട്. ഇതും ഞാൻ നേരത്തെ വിശദീകരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ബ്രിക്സ്, ഹൗസ്, ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഇഷ്ടിക, ബ്രിക്സ് ഇഷ്ടികയാണ്. ഇഷ്ടികക്ക് വീടുമായിട്ട് ആവശ്യമുണ്ട്, വീടിന് ഉപയോഗിക്കും. ഇഷ്ടിക അതേപോലെ തന്നെ പാലത്തിനും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ പക്ഷേ ഈ ബ്രിഡ്ജും ഹൗസും തമ്മിൽ കണക്ഷൻ ഇല്ല, അവർക്ക് കോമൺ ആയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ബ്രിക്സ് രണ്ടിനുമായിട്ട് കണക്ഷൻ ഉള്ളതാണ്. ഇഷ്ടിക വീടുമായിട്ട്, ഇഷ്ടിക പാലുമായിട്ട് കണക്ഷൻ ഉള്ളതായതുകൊണ്ട് ഇഷ്ടികയെ മിഡിൽ നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവയെ കണക്ഷൻ ഇല്ല ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തുന്നു. അവർ തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ തരത്തിലുള്ള കാര്യം കൃത്യം ഓർമ്മിക്കണം. ഇതും തമ്മിൽ കൺഫ്യൂഷൻ വരരുത്. ഈ ചിത്രം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? 3 കോമൺ ആയിട്ട് വരുമ്പോഴാണ് ഈ ചിത്രം വരിക. ഈ ചിത്രം വരുന്നതോ ഇത് പരസ്പരം ആരും കണക്ഷൻ ഇല്ലാത്ത സമയത്ത് ഇത് വരുന്നതോ ഒരു കാര്യത്തിന് മറ്റ് 2 കാര്യങ്ങളുമായിട്ട് കണക്ഷൻ, ബന്ധം ഉണ്ടാവുക. എന്നാൽ ആ 2 കാര്യങ്ങൾ തമ്മിൽ ബന്ധമില്ലാതിരിക്കുക. അതാണ് ഈ ചിത്രം വരുന്നത്. ഇനി നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടീച്ചർ, സിംഗർ, ഡാൻസർ. അധ്യാപകൻ, പാട്ടുകാരൻ, നൃത്തക്കാരൻ. അപ്പോൾ ഈ 3 പറയുമ്പോൾ ഉള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അധ്യാപകനായിട്ടുള്ള പാട്ടുകാരനുണ്ടാവാം, പാട്ടുകാരനായിട്ടുള്ള നൃത്തക്കാരനുണ്ടാവാം, നൃത്തക്കാരനായിട്ടുള്ള അധ്യാപകനുണ്ടാവാം. ടീച്ചർ സിംഗർ ആയിരിക്കാം, ടീച്ചർ ഡാൻസർ ആയിരിക്കാം, ഡാൻസർ സിംഗർ ആയിരിക്കാം. ഇങ്ങനെയൊക്കെ 3 പരസ്പരം ബന്ധമുള്ള ആളുകൾ വരാം. അപ്പോൾ അങ്ങനെയുള്ള ചിത്രം വരുന്നതാണ് നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ള ഈ ചിത്രം. ഈ ചിത്രത്തിൽ എന്താണ്? 3 വരും. 3 കോമൺ ആയിട്ട് വരുന്ന ആൾ ഇവിടെ വരുന്നു എന്നുള്ളതാണ്. ഈ ഭാഗത്താണ് 3 കോമൺ ആയിട്ടുള്ള ആളുകൾ വരുന്നത്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം ഈ ചിത്രത്തിൻ്റെ കാര്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടൊമാറ്റോ, സോൾട്ട്, വെജിറ്റബിൾസ്. മലയാളത്തിൽ തക്കാളി, ഉപ്പ്, പച്ചക്കറികൾ. ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങളെ കണക്ഷൻ നിങ്ങൾ നോക്കുക. ഈ വെജിറ്റബിളിൽ പെട്ടതാണ് ആര്? ടൊമാറ്റോ. എന്നാൽ സോൾട്ടിന് അതുമായിട്ട് ബന്ധമില്ല. അപ്പോൾ എന്താണ് വരിക? ഇതിൽ എല്ലാ ടൊമാറ്റോസും വെജിറ്റബിളിൽ വരണം. അപ്പോൾ നമുക്ക് ഏത് ചിത്രം വരും? നമ്മൾക്ക് ഇവിടെ വരുന്ന ചിത്രം എല്ലാ ടൊമാറ്റോസും വെജിറ്റബിളിൽ വരുന്നു, തക്കാളി മുഴുവൻ പച്ചക്കറിയിൽ വരുന്നു. പക്ഷേ എന്നാൽ ആരുമായിട്ട് ബന്ധമില്ല? ഉപ്പ്, സോൾട്ടുമായിട്ട് ബന്ധമില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, ഒരു എക്സാമ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ സോൾട്ടുമായിട്ട് കണക്ഷൻ വരുന്നില്ല. അപ്പോൾ ഒന്നിലുള്ളതെല്ലാം മറ്റൊന്നിൽ വരികയും 3ാമത്തെ സാധനത്തിന് പരസ്പരം ബന്ധമില്ലാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള ചിത്രം ഉപയോഗിക്കുക. അപ്പോൾ ഇപ്പോൾ ഐഡിയ മനസ്സിലായിട്ട് നാം കരുതുന്നു. ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യുകയാണ് ഞാൻ. അതായത് ഒന്നിലുള്ളതെല്ലാം 2ാമത്തിലുണ്ടാവുകയും 2ാമത്തിലുള്ളതെല്ലാം 3ാമത്തിലുണ്ടാവുകയും ചെയ്താൽ ഈ രീതിയിലുള്ള ചിത്രം. ഒന്നിലുള്ളതെല്ലാം മറ്റൊന്നിലുണ്ടാവുകയും എന്നാൽ 3ാമത്തത് തമ്മിൽ ബന്ധമില്ലാതിരിക്കുകയും ചെയ്യുമ്പം ഈ ചിത്രം. 3 കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഈ ചിത്രം ഒന്നിന് മറ്റ് 2 കണക്ഷൻ, പക്ഷേ അവർ തമ്മിൽ കണക്ഷൻ ഇല്ലാത്തതാണ് ഈ ചിത്രം.
ഇത് പറയുന്ന 3 കാര്യങ്ങളും പരസ്പരം ബന്ധം, അതായത് പൊതുവായിട്ടില്ലാത്തത്. ബന്ധം എന്ന് പറയുമ്പോൾ നിങ്ങൾ രക്തബന്ധം വിചാരിക്കും, അതല്ല, പൊതുവായിട്ട് ആരും വരാത്തതാണ് ഈ ചിത്രം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏതായാലും ഈ തരത്തിൽ വ്യഞ്ജിത്രത്തിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ ഉണ്ടായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദ്യങ്ങളായി വരുന്ന ചിത്രങ്ങളാണ് ഇന്ന് പല രീതിയിൽ നമ്മൾ പരിചയപ്പെട്ടത്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടി കാണിക്കരുത്. ഓക്കെ, ബൈ.